രണ്ട് ദശാബ്ദ കാലത്തോളമായി രാഹുൽ ഗാന്ധിയെ പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങി കോൺഗ്രസ്. പക്ഷെ ഇപ്പോഴും രാഹുലിനെ ഒരു വലിയ നേതാവാക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. രാഹുൽ ഗാന്ധി ഈയിടെയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്തായിരുന്നു അത്? രാഹുലിന്റെ വിദേശ യാത്രകൾ. രാഹുലിന്റെ വിദേശ യാത്രകൾ, ആ യാത്രകളെ വിമർശിക്കുന്ന ആളുകളോട് കോൺഗ്രസിനുള്ള മറുപടി, അല്ലെങ്കിൽ കോൺഗ്രസുകാർ നൽകുന്ന മറുപടി, ചാർട്ടേഡ് അക്കൗണ്ടന്മാർ അവർ വിശ്രമത്തിന് പോവാറില്ലേ? എഞ്ചിനീയർമാർ വിശ്രമത്തിന് പോവാറുണ്ട്, ഉദ്യോഗസ്ഥന്മാർ വിശ്രമത്തിന് പോവാറുണ്ട്, അധ്യാപകർ വിശ്രമത്തിന് പോവാറുണ്ട്. അതേപോലെ രാഹുൽ ഗാന്ധി വിശ്രമത്തിന് പോകുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസുകാർ നൽകിയ മറുപടി. പക്ഷെ ഈ മറുപടി യഥാർത്ഥത്തിൽ അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം രാഹുൽ ഗാന്ധിയോട് ഇന്ത്യയിലെ CRPF ചോദിച്ചത്, താങ്കൾ സുരക്ഷാ വലയത്തിലുള്ള ആളാണ്, CRPFന്റെ ഭടന്മാർ എപ്പോഴും 10-12 പേർ രാഹുലിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാവും. രാഹുൽ നൽകിയിരിക്കുന്നത് ഏറ്റവും വലിയ Z+ സെക്യൂരിറ്റിയാണ്. പക്ഷേ എല്ലാ സെക്യൂരിറ്റികളെയും അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഇടയ്ക്കിടെ വിദേശത്തേക്ക് പോകുന്നത്. എന്തിനാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 11 വർഷമായി അധികാരത്തിലേറിയിട്ട് ഈ 11 വർഷത്തിൽ അദ്ദേഹം 150 തവണയെങ്കിലും വിദേശത്ത് പോയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനായിരുന്നു. ഒരു പരിധിവരെ മോദിയെ ഒരു ലോകഗുരു എന്ന രീതിയിലേക്ക്, വിശ്വഗുരു എന്ന രീതിയിലേക്ക് അവതരിപ്പിക്കാൻ BJPക്ക് പറ്റി. എല്ലാ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റി. അത് പലപ്പോഴും നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റി. വ്യാപാര ബന്ധങ്ങൾ ഉണ്ടായി, നയതന്ത്ര ബന്ധങ്ങൾ ഉണ്ടായി. ചില നയതന്ത്ര ബന്ധങ്ങളിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ ഇന്ത്യയിലെ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാവ് അവർ വിദേശത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പ്രധാനപ്പെട്ട കളിക്കളം രാഷ്ട്രീയ രംഗമാണ്. അമിത്ഷാ ആഭ്യന്തരമന്ത്രി ആയതിനു ശേഷം അദ്ദേഹം വിദേശത്ത് പോയിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. പക്ഷെ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ മറ്റൊരു തരത്തിൽ അവതരിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിച്ചത്. അതായത് ടീഷർട്ട് ഇട്ട നേതാവ്, മോട്ടോർ ബൈക്കിൽ സഞ്ചരിക്കുന്ന നേതാവ്, അല്ലെങ്കിൽ വിദേശ സർവകലാശാലകളിൽ പോയിട്ട് സർക്കാരിനെതിരെ പ്രസംഗിക്കുന്ന നേതാവ്. ഇതൊക്കെ ഇന്ത്യയിലെ യുവാക്കളെ അവരുടെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരുടെ നേതാവായി മാറ്റാൻ പറ്റും എന്നൊരു ധാരണ കോൺഗ്രസിനുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യം, എന്തിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോകുന്നത്? അപ്പൊ രാഹുൽ ഗാന്ധിക്ക് സ്വകാര്യത വേണ്ടേ? പക്ഷെ ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് അങ്ങനെ ഒരു സ്വകാര്യതയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു ദിവസം പോലും ലീവ് എടുക്കാതെ ജോലി ചെയ്യുന്ന ആളാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കളും അവരുടെ മേഖലകളിലാണ് എപ്പോഴും ജനങ്ങളുടെ ഇടയിലാണ് അവർ പ്രവർത്തിക്കുന്നത്. അവർ ഇങ്ങനെ സുഖവാസത്തിന് പോവാറ്. സുഖവാസത്തിന് പോകുമ്പോൾ തന്നെ അതൊരു ട്രാൻസ്പാരന്റ് ആയിരിക്കും, സുതാര്യമായിരിക്കും. പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനങ്ങളൊക്കെ തന്നെ രഹസ്യാത്മകമാണ്. കോൺഗ്രസിനെ പല നേതാക്കന്മാർക്കും അറിയില്ല. ഉദാഹരണത്തിന് രാഹുൽ ഗാന്ധി വലിയൊരു ക്യാമ്പയിൻ നടത്തുന്നു ബീഹാറിൽ. കുറേ ദിവസം അദ്ദേഹം യാത്ര ചെയ്യുന്നു. ആ യാത്ര സമാപിച്ച് 4-5 ദിവസം കഴിയുമ്പോഴേക്കും അദ്ദേഹം പിന്നെ മുങ്ങുകയാണ്. അദ്ദേഹം എവിടെയാണ് പോയത് എന്ന് അറിയില്ല. ചിലർ പറയുന്നു അദ്ദേഹം മലേഷ്യയിൽ പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പം രാഹുൽ പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു. അപ്പൊ ഇതൊരിക്കലും ഒരു ഇന്ത്യയിലെ ജനതയ്ക്ക് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ അദ്ദേഹം ഏതൊക്കെ രാജ്യങ്ങളിലാണ് പോയതെന്ന് അറിയാമോ? ഒന്ന് ഇറ്റലി, അദ്ദേഹത്തിന്റെ അമ്മയുടെ നാട്. പിന്നെ വിയറ്റ്നാം, ദുബായ്, ഖത്തർ, UK, മലേഷ്യ. അങ്ങനെ 9 മാസം കൊണ്ട് 6 രാജ്യങ്ങളിലാണ് അദ്ദേഹം പോയത്. ഇങ്ങനെ ഓരോ പ്രധാനപ്പെട്ട ഇടവേളകളിലും അദ്ദേഹം വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് പോകുന്നതെന്നും എന്ത് ചർച്ചകളാണ് നടത്തുന്നത്, അവിടെ എന്താണ് പരിസമാപ്തി ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ഫലങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊന്നും ആർക്കും അറിയില്ല. അപ്പൊ ഇതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളമുള്ള ദുരൂഹത. അപ്പൊ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന്റെ നേതാവ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ കോൺഗ്രസ് തങ്ങളുടെ ഏറ്റവും വലിയ ആളായിട്ട് അവതരിപ്പിക്കുന്നു നെഹ്റു കുടുംബത്തിന്റെ അവസാനത്തെ, ഇപ്പോഴുള്ളതിലെ നേതൃനിരയിലുള്ള അവസാനത്തെ കണ്ണി. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഒരു പാൻ ഇന്ത്യൻ നേതാവായിട്ട് വരാൻ കഴിയാത്തത്, അതിന്റെ ഉത്തരം കോൺഗ്രസ് കൂടി കണ്ടെത്തേണ്ടതാണ്. രാഹുൽ ഗാന്ധി മറുപടി പറയേണ്ടതാണ്, അല്ലെങ്കിൽ തന്റെ ന്യൂനതകളെ കുറിച്ച്. കാരണം എപ്പോഴും അദ്ദേഹം ഭരണകക്ഷിയെ ആക്രമിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായും പ്രതിപക്ഷം എപ്പോഴും ഭരണകക്ഷിയെ വിമർശിക്കുകയാണ് ചെയ്യുന്നത്. ഓരോ
അത് വ്യക്തിപരമായ ആക്രമണത്തിലേക്കാണ് അദ്ദേഹം നീങ്ങിയത്. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നരേന്ദ്രമോദിയുടെ അമ്മയെ വരെ വെച്ച് ആക്ഷേപം നടത്തി. നേരത്തെ നരേന്ദ്രമോദി ചായബാല എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ അദ്ദേഹത്തെ വർഗീയവാദിയായിട്ട് ചിത്രീകരിച്ചു, കലാപകാരിയായിട്ട് ചിത്രീകരിച്ചു. പിന്നെ ചൗക്കിദാർ ചോർഹെ എന്ന് പറഞ്ഞു. അതേപോലത്തെ 56 ഇഞ്ചിനെ കുറിച്ച് കളിയാക്കി. അപ്പം എത്രത്തോളം മോദിയെ കളിയാക്കാൻ പറ്റുമോ അത്രത്തോളം വ്യക്തിപരമായ ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്തും അങ്ങനെ ഒരു ആക്ഷേപത്തിന്റെ ഒരു പ്രത്യാഘാതം ഇപ്പുറത്തുണ്ടാകുന്നു എന്നുള്ള കാര്യങ്ങൾ കോൺഗ്രസ്സുകാർ ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പം അവർ BJPക്കെതിരെ അതിശക്തമായ ആക്രമണം അഴിച്ചുവിടുമ്പോഴും BJPക്ക് കാര്യമായ ക്ഷീണം പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ, കാരണം 2 ദശാബ്ദത്തോളം കാലമായിട്ട് രാഹുൽ ഗാന്ധി അവർ പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. പല രീതിയിലാണ് പ്രൊജക്ഷൻ നടത്തുന്നത്. ആ പ്രൊജക്ഷന് ശേഷം എന്താണ് സംഭവിച്ചിരിക്കുന്നത്, ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. 2014 BJP അധികാരത്തിലേറുന്ന സമയത്ത് അവർക്ക് 31.34% വോട്ടാണ് കിട്ടിയിരുന്നത്. അത് 2019 ആവുമ്പോഴേക്കും 37.7 ആയിട്ട് കൂടി. എന്നാൽ 10 വർഷത്തെ ഭരണത്തിന് ശേഷവും 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് 36.9% വോട്ട് കിട്ടി. അതായത് 1% വോട്ട് പോലും, 1%ത്തിൽ താഴെ 0.8% വോട്ട്, 1%ത്തിൽ താഴെ വോട്ടാണ് BJPക്ക് കുറഞ്ഞത്. ഈ സമയത്ത് കോൺഗ്രസിന്റെ സ്ഥിതി എന്താണെന്ന് നോക്കൂ. 2014 കോൺഗ്രസിന് കിട്ടിയത് 19.52% വോട്ടാണ്. 2019 അത് 19.66% അല്പം വർധനമുണ്ടായി. 2024 കുറച്ചുകൂടി കൂടി, അത് 1.74% കൂടി 21.4%. പക്ഷെ അപ്പോഴും പ്രധാനപ്പെട്ട ഭരണകക്ഷിയായ BJPയുമായിട്ടുള്ള അവരുടെ വ്യത്യാസം വലിയ വ്യത്യാസമാണ്. 21.4-ഉം 36.9, 15% കൂടുതൽ വ്യത്യാസം ഇപ്പോഴും കോൺഗ്രസും BJPയും തമ്മിലുണ്ട്. 2019 421 സീറ്റിൽ മത്സരിച്ചു കോൺഗ്രസ്. 2024 ആവുമ്പോഴേക്ക് കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കുറഞ്ഞു. കാരണം കോൺഗ്രസ് സഖ്യമായിട്ടാണ് മത്സരിച്ചത്. അതുകൊണ്ട് 328 സീറ്റിലാണ് കോൺഗ്രസിന് മത്സരിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അവർക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ ഏതാണ്ട് 99, കഴിഞ്ഞ വർഷത്തേക്കാൾ സീറ്റ് കൂടി. കഴിഞ്ഞ തവണ 52 സീറ്റാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2024 99 വർദ്ധിച്ചു എന്ന് മാത്രം. പക്ഷെ അത് കൂടുതലും ഒരു അലയൻസിന്റെ, മഹാഗഠബന്ധന്റെ ഒരു ഫലമായിട്ടാണ് അവർക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് അവർക്ക് മത്സരിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം കുറഞ്ഞത്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് ഇപ്പോഴും BJPയായിട്ട് ഏറ്റുമുട്ടാനുള്ള ശക്തി കോൺഗ്രസിന് കൈവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പം എങ്ങനെയാണ് വലിയ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ കഴിയുന്നത്? ആ വലിയ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ ഒന്നുകിൽ മുമ്പിൽ വലിയൊരു നേതാവ് വേണം. അപ്പം ഇന്നും മോദി ഇന്ത്യയിലെ ഏറ്റവും ശക്തനായ നേതാവാണ്, ലോകം മുഴുവൻ അറിയപ്പെടുന്ന നേതാവാണ്. ഇന്ത്യ ടുഡേ പോലുള്ള അല്ലെങ്കിൽ മറ്റു പല പ്രസ്ഥാനങ്ങളും നടത്തിയ സർവേയിലൊക്കെ ഇപ്പൊ മോഡിയുടെ പ്രതിച്ഛായ കുറഞ്ഞു അല്ലെങ്കിൽ ജനപ്രീതി കുറഞ്ഞു എന്നൊക്കെ പറയുന്ന സമയത്തും BJPക്ക് കിട്ടുന്ന സീറ്റുകളുടെ എണ്ണം കൂടുന്നുണ്ട്. ആ മോഡിക്ക് അല്പമെങ്കിലും ജനപ്രീതി കുറഞ്ഞു എന്ന് അവരുടെ കണക്കുകൾ പറയുമ്പോഴും അതിനോട് തുലവും താരതമ്യം ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല, രാഹുൽ ഗാന്ധിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. മോഡിയുടെ ജനപ്രീതി 52 ആണെങ്കിൽ രാഹുൽ ഗാന്ധിയുടേത് 25 മാത്രമാണ്. നേരെ പകുതിയാണ് ഇപ്പോഴും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തങ്ങളുടെ ന്യൂനതകൾ എന്താണെന്ന് പരിഹരിക്കാൻ, അല്ലെങ്കിൽ ആ ന്യൂനതകൾ എന്താണെന്ന് കണ്ടെത്താൻ, അതിനുശേഷം അത് പരിഹരിക്കാൻ കോൺഗ്രസ് തയ്യാറാവണം, രാഹുൽ ഗാന്ധി തയ്യാറാവണം. അല്ലെങ്കിൽ ഒരിക്കലും അവർക്കൊരു പ്രതിപക്ഷമായിട്ട് അല്ലെങ്കിൽ ഒരു ബദലായിട്ട് മാറാൻ അവർക്ക് കഴിയില്ല. ഇപ്പോ ദേശീയ തലത്തിലെ പല പ്രതിപക്ഷ കക്ഷികളും, കാരണം 2023 മുതൽ ദേശീയ തലത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കോൺക്ലേവുകളൊക്കെ നടന്നു വരികയാണ്. അവരൊരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി. പലപ്പോഴും ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളൊക്കെ പരസ്പരം മത്സരിക്കുന്നുണ്ട്, ഒരുമിച്ച് ചേരുന്നുണ്ട്, പക്ഷെ പരസ്പരം മത്സരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഏറ്റവും ശക്തമായ മത്സരം അവർ കാഴ്ചവെച്ചത് 2024 ആയിരുന്നു. തങ്ങൾക്ക് മോഡിയെ അധികാരത്തിൽ താഴെ ഇറക്കാൻ കഴിയുമെന്നാണ് അവർ ധരിച്ചിരുന്നത്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോഴും 3 അക്ക സംഖ്യയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അതായത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രഭാവമുള്ള കാലവും ഏറ്റവും പ്രഭാവം കുറഞ്ഞ കാലവും, ആ പ്രഭാവം കുറഞ്ഞ അധികാരത്തിന് കോൺഗ്രസ് പുറത്ത് വരുന്ന 1977 ഉണ്ടായിരുന്നതിന്റെ അന്ന് 150-ലധികം സീറ്റ് കോൺഗ്രസിന് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കോൺഗ്രസിന് 99 സീറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും പ്രതിപക്ഷത്തിന്റെ നേതൃസ്ഥാനം കോൺഗ്രസിനാണ്. പക്ഷെ എന്തുകൊണ്ട് എല്ലാ
പ്രതിപക്ഷ കക്ഷികളെയും കൂട്ടിക്കൊണ്ട് BJPയെ അധികാരം പിടിച്ചെടുക്കാൻ കോൺഗ്രസിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പിഴവ്. കാരണം ഒരു ഭാഗത്ത് മോഡി നിൽക്കുന്നു, ആ മോഡിയെ മാച്ച് ചെയ്യാൻ രാഹുൽ ഗാന്ധിക്കാകുമോ? അപ്പം ഒരാളെ ഒരു തവണ പരീക്ഷിക്കാം, 2 തവണ പരീക്ഷിക്കാം, 3 തവണ പരീക്ഷിക്കാം, 4 തവണ പരീക്ഷിക്കാം. ഇനി കൂടുതൽ തവണ രാഹുൽ ഗാന്ധിയെ പരീക്ഷിക്കാൻ കഴിയുമോ എന്ന് കോൺഗ്രസ്സുകാർ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. രാഹുൽ ഗാന്ധി ആണെങ്കിൽ താൻ ഇന്ത്യയിലെ ഒരു പ്രധാനമന്ത്രിയായിട്ട് ജനങ്ങൾ നോക്കിക്കാണാൻ ആ രീതിയിലേക്ക് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി വളരുന്നില്ല? എപ്പോഴും വിദേശത്തേക്ക് പോയി അല്ലെങ്കിൽ ഒരു ടൂറിന് പോകുന്ന, സുഖവാസത്തിന് പോകുന്ന ഒരു നേതാവിനെ നമുക്ക് ആവശ്യമുണ്ടോ? നാട്ടുകാരുടെ കൂടെ നിൽക്കുന്ന ഒരു നേതാവിനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം മോദിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധി തനിക്ക് നേരെ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് മോദിയെ വെല്ലുവിളിക്കാനാവും. അല്ലെങ്കിൽ ഇതേ രീതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയം തുടരാനാണ് സാധ്യത.